ഒരു ഡിക്റ്റേറ്റർ മരിച്ചപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രോബ്ലം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിലും ഈ ചത്തത് ആരാ? ഇറാനിൽ പ്രോഗ്രസീവായി കൊണ്ടുവന്ന ഒരു സൊസൈറ്റീനെ റിഗ്രസീവാക്കി മാറ്റിയ ഒരാളാണ്. അതേ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 13 വയസ്സാക്കി കുറച്ചു. ആൻഡ് വിത്ത് പെർമിഷൻ ഓഫ് ഫാദർ 9 വയസ്സിൽ കല്യാണം കഴിപ്പിക്കാന്നുള്ള ഒരു റൂള് കൊണ്ടുവന്ന ദ ഗ്രേറ്റ് ലീഡർ. ആൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജെഫ്രി എപ്സ്റ്റീൻ ആൻഡ് ദിസ് ഗ്രേറ്റ് ലീഡർ. കാരണം ജെഫ്രി എപ്സ്റ്റീൻ സീക്രട്ടായിട്ട് ചെയ്തു ആൻഡ് ഇയാൾ ഒരു ലീഗലാക്കി ഈ ഒരു സംഭവം. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ആൻഡ് എനിക്ക് മനസ്സിലാവാത്ത ഇപ്പോൾ ഈ 2 ദിവസത്തിൽ ഇറാനിൽ കുറേ ബോംബിങ് നടന്നു, കുറേ പേര് കൊല്ലപ്പെട്ടു. ബട്ട് ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് പ്രതിഷേധം? ലാസ്റ്റ് 2 മന്ത്സിൽ 10,000-ന് മുകളിൽ ആൾക്കാരെ ഇതേ സെയിം ഗ്രേറ്റ് ലീഡർ കൊന്നപ്പോൾ, അതായത് ഫ്രീഡത്തിന് വേണ്ടി പ്രതിഷേധിച്ച 10,000-ന് മുകളിൽ ഇറാനീസിനെ ഇതേ ഗ്രേറ്റ് ലീഡർ കൊന്നപ്പോൾ വേറെയോ എവിടെ പ്രതിഷേധം? എവിടെ ഹാഷ്ടാഗ്? എവിടെ ക്യാമ്പയിൻ? എവിടെ? ഇതൊന്നും എന്താ കാണാത്ത കഴിഞ്ഞ 2 മാസത്തിൽ? ആൻഡ് വൈ നൗ? അതേപോലെ നമ്മുടെ നാട്ടിൽ കുറേ ഇൻസിഡൻസ് നടന്നുണ്ട്, കുറേ ബോംബിങ് നടന്നുണ്ട് ആൻഡ് ടെററിസ്റ്റ് അറ്റാക്സ് നടന്നുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത ഈ ഒരു പ്രതിഷേധം എന്തുകൊണ്ട് ഇപ്പോൾ? വൈ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ബട്ട് വൈ?